സോ ഞാൻ ഇന്ന് വെളിയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ പരമാവധി. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഐ വിൽ ഷോ യു. Let's see. എൻ്റെ വീഡിയോ ലൊക്കേഷൻ പോയി. I know, I look really good. So, in the morning, ഈ തണുപ്പുള്ള മഞ്ഞ് പെയ്ത മോർണിംഗ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു എന്താ പറയുക, എന്നെ കുറച്ച് ക്വസ്റ്റൻ അവർ പിന്നെ കിട്ടും. അപ്പം ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡു ഗെറ്റ് എ പാർട്ട് ടൈം ജോബ്, ഹൗ ടു അപ്ലൈ ഫോർ എ പാർട്ട് ടൈം ജോബ്, പാർട്ട് ടൈം ജോബിന് സ്ഥിതികളോടെ എങ്ങനെയാണ്. സോ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ അതാ ചെയ്യാൻ പോകുന്നത്, പാർട്ട് ടൈം ജോബ്സ്. സോ ഈ പാർട്ട് ടൈം ജോബ്സിൻ്റെ അവസ്ഥ കാനഡയിൽ എന്താ പറയുക, യെസ്, കാനഡയിൽ നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ് ഉള്ളപ്പോൾ നമുക്ക് 20 മണിക്കൂറും, ക്ലാസ് ഇല്ലാത്തപ്പോൾ 40 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസ് ഇല്ലാത്തപ്പോൾ മീനിങ് വെക്കേഷൻ ടൈം അല്ലെങ്കിൽ കോളേജ് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് 20 മണിക്കൂർ, സ്റ്റുഡൻസിന് അറ്റ്ലീസ്റ്റ് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെക്കൻഡ് തിങ്, എങ്ങനെയാണ് പാർട്ട് ടൈം അവസ്ഥ, പാർട്ട് ടൈം കിട്ടുമ്പോൾ ഞാൻ വന്ന സ്ഥലം സഡ്ബറിയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് പാർട്ട് ടൈം കിട്ടാൻ വലിയ പാടാണ്. പാർട്ട് ടൈം കിട്ടാൻ പാടാണെന്ന് മാത്രമല്ല, ജനുവരിയിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ആവറേജ് 3 മാസമാണ് പാർട്ട് ടൈം കിട്ടാനുള്ള എന്താ പറയുക സമയം എന്ന് പറയുന്നത്. പക്ഷേ സെപ്റ്റംബർ വരുവാണെങ്കിൽ അത് വളരെ കുറവാണ്. ഒരു മേ ബി വിത്തിൻ എ മന്ത് പാർട്ട് ടൈം കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ എന്താ പറയുക, ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ പാർട്ട് ടൈം ഈസ് ദ ടൈം യു കം ഇൻ. ലൈക്ക് വിൻ്റർ ആണോ, സ്പ്രിംഗ് ആണോ, അല്ലെങ്കിൽ ഫോൾ ആണോ. ഫോളിലും സ്പ്രിങ്ങിലൊക്കെ ആണെങ്കിൽ ഇച്ചിരിയുടെ എന്താ പറയുക, കടയും കമ്പളങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് പക്ഷെ അവർ മിക്കവാറും എല്ലാവരും ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അത്രയും വേക്കൻസി കൂടും, അത്രയും പാർട്ട് ടൈം കിട്ടാൻ സാധ്യത കൂടും. പക്ഷെ ജനുവരി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറേ ഷോപ്സ് അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത്രയും പൊസിഷൻ കുറയും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അത്ര സെയിം എമൗണ്ട് ഓഫ് പിള്ളേർ വരുന്നുണ്ട് ജനുവരിയിലേക്ക്. അതുകൊണ്ട് എന്താ അറിയോ, ജനുവരി വരുമ്പോൾ ഇച്ചിരി പാടാണ് പാർട്ട് ടൈം കിട്ടാൻ. പക്ഷേ സ്റ്റിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലക്ക്. അപ്പോൾ ലക്ക് ഉണ്ട്, പിന്നെ യുവർ ക്വാളിഫിക്കേഷൻസ്, യുവർ എനർജി ആൻഡ് യുവർ വിൽ. സെക്കൻഡ് തിങ്, ലൊക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പാർട്ട് ടൈം കിട്ടാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന സ്ഥലം സഡ്ബറി എന്ന് പറയുന്നത്. സഡ്ബറി ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് എ സിറ്റി, ഇറ്റ്സ് എ ടൗൺ. കാരണം നമ്മുടെ നാട്ടിലെ ടൗൺ ഏരിയ പോലെയാണ്. അപ്പോൾ എന്താ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളു ജോബിന്. പക്ഷേ അതിന് കമ്പയർ ചെയ്ത് ടൊറൻറ്റോ സിറ്റികളാണെങ്കിൽ, വലിയൊരു സിറ്റികളാണെങ്കിൽ പാർട്ട് ടൈം അതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എളുപ്പമാണ്. സഡ്ബറിയെക്കാട്ടിലും പാർട്ട് ടൈം കിട്ടാൻ ചാൻസ് കൂടുതലാണ് അവിടെ. പക്ഷേ ഞാനിപ്പോൾ കേട്ട റിപ്പോർട്ടാണ്, ടൊറൻറ്റോയിലും പാർട്ട് ടൈം കിട്ടാൻ പാടായി വരികയാണ്. കാരണം കുറേ പേര് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. പക്ഷേ ബേസിക്കലി എനിക്ക് ജനുവരി വന്നിട്ട് അടുത്ത ആഴ്ച തന്നെ ജോലി കിട്ടാൻ എനിക്കറിയാം. ജനുവരി വന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് കിട്ടിയ ആളെ ഞാനാണ്. പക്ഷേ അതിന് വന്നിട്ടും ജോലി കിട്ടാത്തവരെ എനിക്കറിയാം. എല്ലാവരും കുറേ പേരുണ്ട്, പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മീനിങ് ദ ലക്ക് ആൻഡ് സ്റ്റാഫ്. സോ ദാറ്റ്സ് എ പാർട്ട് ടൈം സിനാരിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് പാർട്ട് ടൈം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ. ദാറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വെൻ യു ഗെറ്റ് ദ പാർട്ട് ടൈം, ഹൗ മച്ച് നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടുന്നു എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 20 മണിക്കൂർ കിട്ടുമല്ലോ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളപ്പോൾ. പക്ഷെ ആ ക്ലാസ് ഉള്ളപ്പോൾ 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 20 മണിക്കൂർ കിട്ടണം എന്നില്ല. നിങ്ങളുടെ എംപ്ലോയർ 20 മണിക്കൂർ തരണം എന്നില്ല. അപ്പോൾ എന്താ അറിയോ, 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത്രയും സാലറി കുറയും. അപ്പോൾ എന്താ അത്ര നമ്മുടെ എന്താ പറയുക, വരുമാനം കുറയല്ല ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം എടുത്തേക്കാം ഫീസ് അടിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ്.
നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് ഫോർ എക്സാമ്പിൾ എൻ്റെ കോഴ്സ് നല്ല ഫീസായിരുന്നു. നല്ല ഫീസ് എന്ന് പറയില്ല, ഇച്ചിരി ഫീസ് കൂടുതലുണ്ട്. ഒരു നോർമൽ ഒരു കോഴ്സിനെ കുറച്ച് ഫീസ് കൂടുതലാണ് എൻ്റെ കോഴ്സിന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടാണ് ഫീസ് അടച്ചു തീർക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് കുഴപ്പമില്ല. പിന്നെ അടച്ചു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറ്റണം എന്ന് നിർബന്ധമില്ല. കാരണം എനിക്ക് പറ്റില്ല, എനിക്ക് ഉറപ്പാണ് കാര്യം. കാരണം എൻ്റെ ക്ലാസ് അവേഴ്സ്, എൻ്റെ വർക്കിംഗ് അവേഴ്സ്, എൻ്റെ സിനാറി വെച്ചോളാണെങ്കിൽ എനിക്ക് അടച്ചെടുക്കാൻ പറ്റില്ല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് മേ ബി വിത്തിൻ 1 year സംതിങ് ഐ ക്യാൻ. കാരണം ജോലി ഉണ്ട് എങ്കിൽ, അപ്പോഴും ജോലിയുണ്ട്, അപ്പോഴും നമ്മുടെ ലോകം ബാക്കിയുണ്ട് എങ്കിൽ ഉറപ്പായിട്ട്. നൗ ദ കോഴ്സ് എന്ന് പറയുമ്പം ഞാൻ എടുത്തത് ഒരു PG ഡിപ്ലോമ ലെവലാണ്. ഓക്കെ, കാനഡയിലെ കോഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യണം. കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ മാസ്റ്റേഴ്സ്. യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ്, PG ഡിപ്ലോമ ഇൻ സം യൂണിവേഴ്സിറ്റീസ്, ദെൻ മാസ്റ്റേഴ്സ്, PhD. അങ്ങോട്ടാണ് യൂണിവേഴ്സിറ്റി പോകുന്നത്. പക്ഷേ കാനഡയിലെ കോളേജുകളിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ബാച്ചിലേഴ്സ് ആൻഡ് PG ഡിപ്ലോമ. PG ഡിപ്ലോമ ഇസ് ദ ഹയസ്റ്റ്. അതിന് മേലോട്ട് പോവില്ല, മാസ്റ്റേഴ്സിലോട്ട് പോവില്ല. കോളേജുകൾ മാസ്റ്റേഴ്സിന് എന്താണ് ക്വാളിഫൈഡ് അല്ല ഇവിടുത്തെ. പക്ഷെ അപ്പോഴും കാര്യം വരുന്നത് കോളേജിൽ ഫീസ് കുറവാണ്, വലിയ കുറവല്ല, ഡിസ്കൗണ്ട് ലെവലാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കോളേജിലെ ഫീസ് വളരെ കുറവാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഫീസ് അതുപോലെ കൂടുതലുമാണ്. സെക്കൻഡ് തിങ്, കോളേജ് ഈസ് മോർ എന്താ, നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കോളേജിൽ പോയാൽ നല്ല. കാരണം കോളേജിലാണെങ്കിൽ ഇച്ചിരി ഫ്രീഡം ഉണ്ട്. അത്ര ഹെവി കോഴ്സ് അല്ല സാധാരണ കോളേജിൽ കിട്ടുക. പക്ഷേ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എന്താ അറിയാമോ, അത് ഇച്ചിരി അക്കാഡമിക്കലി ഫോക്കസ്, നമ്മുടെ ഇന്ത്യയെ പോലെ ഇച്ചിരി അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ടൈമാണ്, വർക്ക് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പാർട്ട് ടൈം ചെയ്യാൻ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി പറഞ്ഞാണ്. കോഴ്സ് എന്താ ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, for 1 year course you get 1 year stay back, and for 2 year courses you get 3 year stay back. Another thing you can do is you can club 2 1 year courses and make it a 3 year course, like 2 year course, and get a 3 year stay back. അപ്പം എന്തായാലും എനിക്ക് വേറെ കോഴ്സ് ചെയ്യണം. സോ I think I may qualify for 3 year stay back. പക്ഷേ ഇത് കേട്ട് ഉടനെ എളുപ്പമല്ല 1 year കോഴ്സ് ചെയ്താൽ പോരെയെന്ന് ചിന്തിക്കരുത്. കാരണം ആ 3 year stay back കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ആ ക്രൈറ്റീരിയയ്ക്ക് ഉൾപ്പെടുന്ന 2 കോഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 3 year stay back കിട്ടുള്ളൂ. അതേപറ്റി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വീഡിയോയിലേക്ക് ഇടുന്നതാണ്. സോ അത് പാട്ടെ. The third thing is, how did I choose my location? How did I choose where to live and stuff? So one thing, as I told you, I wanted was not a busy life, like not a very happening life and stuff, but it should be comfortable. When I'm comfort നോക്കി പോയപ്പോൾ I came around Sudbury. Sudbury is you know what Sudbury is like. I told you, it's a nice, cozy, I won't say warm, it's a cold, as you can see it's really cold, but it's a nice place to live, for me at least. So അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് that's what influenced my decision to choose Sudbury. കാരണം എൻ്റെ പ്രിഫറൻസിന് പറ്റിയ സ്ഥലമാണ്. ഓൾസോ ഐ ഹാവ് എ really good college here and a really good great course. That was the factors that influenced me. But ഞാൻ പറ്റേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, it's upon your personal preferences. ഇപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് കാനഡയിൽ പോകുന്ന ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കാനഡയിൽ എവിടെ പോകേണ്ടത് എന്ന് അറിയില്ല എങ്കിൽ, ഫസ്റ്റ് തിങ് ക്യാൻ ഡു, യു ക്യാൻ ഗോ ടു ദ ഫേസ്ബുക്ക് പേജ് ഓഫ് ദ കോളേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ഓരോ ഏരിയ ആയിരിക്കുമല്ലോ. അപ്പോൾ കോളേജിലെ ഫേസ്ബുക്ക് പേജ് പോവുക, അവിടെ ഉള്ള ആളോട് ചാറ്റ് ചെയ്യുക, സംസാരിക്കുക, സ്ഥലം എങ്ങനെയുണ്ട്, കോളേജ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അഫ്കോഴ്സ് ഒരു സ്ഥലമാകുമ്പോൾ അതിന് പ്രോസും കോൺസും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ, അതിൻ്റെ ലൊക്കേഷൻ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, അതിനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പോലെ. ഞാൻ പറയാം, എൻ്റെ പ്രിഫറൻസ് നല്ല കോളേജാണ്. കാരണം എനിക്ക് കോളേജ് ലൈഫായിരുന്നു വേണ്ടത്. എനിക്ക് നല്ല കോളേജ് വേണം, നല്ല കോഴ്സ് വേണം. അപ്പോൾ അങ്ങനെ അത് എൻ്റെ പ്രിഫറൻസ് ആയതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വേറൊരാൾക്ക് കോളേജ് അത്ര നന്നാലും ശരിയായില്ല, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പാർട്ട് ടൈമാണ് വേണ്ടത്, എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ല സോഷ്യൽ ലൈഫാണ് വേണ്ടത് എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ഓഫ് കോഴ്സ് മറ്റു സ്ഥലങ്ങളിലേക്ക് നല്ലത്. സോ ലാസ്റ്റ് തിങ് ദാറ്റ് ഐ ആം ഗോയിങ് ടു ബി ഡീലിംഗ് ടുഡേ ഈസ് ഹൗ ഡു യു അപ്ലൈ ഫോർ എ പാർട്ട് ടൈം. സോ ഒഫീഷ്യലി നിങ്ങൾക്ക് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കണം. So the first step towards applying for a part-time job, the first way of applying for a part-time job is creating a really good resume. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഹൈലൈറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസസ്,
അത് ഹൈലൈറ്റ് ചെയ്യണം. Another way is there are online sites like Wow Jobs or Indeed. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെച്ചാൽ ഇൻഡീഡ് വാവ് ജോബ്സ് എന്ന സൈറ്റുകളിൽ അവിടെ ഓൺലൈനായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്യൂമേയുടെ ഡിജിറ്റൽ കോപ്പി, നമുക്ക് ഹാർഡ് കോപ്പി വേണ്ട, നമുക്ക് പ്രിൻറ്റ് വേണ്ട, ഒരു പ്രിൻറ്റ് എക്സ്പെൻസീവ് ആണ്. എനിവേ സോ ഹാർഡ് കോപ്പി വേണ്ട, ഡിജിറ്റൽ കോപ്പി മതി. സോ വി ക്യാൻ അപ്ലൈ ഫോർ എ ലോട്ട് ഓഫ് ജോബ്സ് ഇൻ ഗെറ്റ് ഹോം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വെൻ ഇറ്റ്സ് സംതിങ് ലൈക്ക് Walmart or some other positions too, like some other companies too, which don't receive hard copies. വാൾമാർട്ടിൽ നമുക്ക് ഹാർഡ് കോപ്പി കൊടുക്കാൻ പറ്റില്ല. വാൾമാർട്ടിൽ ഓൺലൈൻ ആപ്ലിക്കേഷനേ ഉള്ളൂ, അവർക്ക് വേറെ വഴിയില്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ നമ്മൾ നോക്കി നമ്മൾ അപ്ലൈ ചെയ്യും. ദർ വിൽ ബി ലോട്ട് ഓഫ് ഓഡ് ജോബ്സ് ലൈക്ക് സെയിൽസ് അസോസിയേറ്റ്, അങ്ങനത്തെ പല ജോബ്സ് നമുക്ക് കിട്ടും, പല ജോബ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ അതെല്ലാം കിട്ടണമെന്നില്ല. ലുക്ക് അറ്റ് മൈ ലക്ക്. എനിക്ക് എന്താ പറയുക, ഐ ഗോട്ട് എ ജോബ് ആഫ്റ്റർ 3 months. You can apply for a lot of jobs, like there's delivery, then there's sales trade, there's merchandiser, a lot of stuff are there. കുറേ ഇപ്പോൾ നമുക്ക് എന്തായാലും കുറേ ഓപ്ഷൻസ് ഒന്നും ചൂസ് ചെയ്യാൻ വേണ്ടി. ഒരു സഡ്ബറി ആയിരുന്നിട്ട് കൂടെ ഇവിടെ കുറേ ജോബ്സ് ഉണ്ടായിരുന്നു. പക്ഷേ I was unlucky, so I couldn't get a job sooner. ബട്ട് കിട്ടി ഇപ്പോൾ. പക്ഷേ പറയാനുള്ളത് ഇങ്ങനെയാണ് ജോബ്സിന് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ കാനഡയിൽ. ഫസ്റ്റ് തിങ്, നല്ല റെസ്യൂമേ. സെക്കൻഡ്, you apply for like any job you get, because that's what I did, because I needed a job really fast and stuff. Then there is your will to work. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജോലി ചെയ്യാൻ മനസ്സിലാവും. ജോലി ചെയ്യാൻ മനസ്സിലാതെ വലിയ പാടാവും. സോ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ജോലി കിട്ടും, എളുപ്പമാണ്. പക്ഷേ ദാറ്റ് സ്റ്റിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാക്ടേഴ്സ് ഐ ടോൾഡ് യു ബിഫോർ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ്, കമൻറ്റ്സ്, എന്താ പറയുക, എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. കമൻറ്റ് യുവർ ഡൗട്ട്സ് ഇൻ മൈ വീഡിയോ, ഓർ ഇഫ് യു ആർ ഫ്രണ്ട് ഓഫ് മൈൻ, ടെക്സ്റ്റ് മീ. ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കറിയാം ഹൗ മച്ച് ഡു യു വാണ്ട് ഫോർ സംതിങ് ലൈക്ക് ദിസ്. കാരണം ഞാൻ ഇതുവരെ വന്നതാണല്ലോ. ഐ വാസ് ഓൾസോ ലുക്കിംഗ് ഫോർ ലോട്ട് ഓഫ് വീഡിയോസ് ഔട്ട് ദെയർ which can help me and stuff. But yeah, so if you have doubts, feel free to reach out. I'll be here. I'm just saying that the most important part of getting a job, or a part-time job, or any job in general in Canada, is having a really good resume. So like, comment and subscribe to my channel. Bye bye for now. Am I looking good? I'm not sure. Okay. I'm